തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 ആരാധന. ചേർന്ന് പാടാം. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. അങ്ങയുടെ വലിയ മഹത്വം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കണമേ. രോഗികളായ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ആരോരുമില്ലാത്തവർ, അവരുടെ വേദനകളെല്ലാം ഈ ദിവ്യകാരുണ്യ സന്നിധി ചേർത്ത് വയ്ക്കുന്നു. കർത്താവ് ഏറ്റെടുക്കണം. കർത്താവ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം ദൈവത്തെ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവേ, അങ്ങയുടെ നീതി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ നീതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ നീതി ഒഴുക്കണമേ. വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഒഴുകണമേ. തകർന്ന ജീവിതങ്ങളിലേക്ക് ഒഴുകണമേ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. ഞങ്ങൾ ഒറ്റയ്ക്കല്ല കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിലേക്ക് കർത്താവെ ഇറങ്ങി വരണമേ. യേശുവേ, അങ്ങ് ശക്തിപ്പെടുത്തണേ യേശുവേ. എല്ലാവരും ചേർന്ന് പാടി. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീതിമാനായ പിതാവേ, ഞങ്ങൾക്കോരോരുത്തർക്കും നീതിബോധം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആത്മജ്വാല എന്ന ഈ ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് ഒഴുകവിടുന്ന മണിക്കൂറുകളായിട്ട് ഇത് മാറട്ടെ. ജീവിതത്തിൽ പ്രതിസന്ധികളോടും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് കടന്നു പോകുവാൻ ഒരു ദൈവജനം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഈശോയുടെ മുന്നിൽ ചിന്താവിഷയമായി കടന്നു പോകാം. അതിപ്രകാരമാണ് ദൈവം നമ്മളോട് ഇന്നത്തെ ദിവസം സംസാരിക്കുന്നത് യഥാർത്ഥ നീതിയെക്കുറിച്ചാണ്. ദൈവം മാത്രമാണ് ഈ ലോകത്ത് യഥാർത്ഥ നീതിമാനായിട്ടുള്ളത്. നമുക്കറിയാം, നീതിമാനെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല. പിതാവായ ദൈവം ഒരിക്കലും ഈശോയെ കൈവിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ യഥാർത്ഥ നീതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും സത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നീതിക്ക് വേണ്ടി കേഴുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഒത്തിരി പ്രതിസന്ധികളിലൂടെ ലോകം മുഴുവനും കടന്നു പോകുന്നു. ആരിൽ നിന്ന് യഥാർത്ഥ നീതി ലഭിക്കുമെന്ന് ചിന്തിക്കുന്ന കാലഘട്ടം. ജീവശ്വാസത്തിന് വേണ്ടി ജനം കേഴുന്ന കാലഘട്ടം. അവിടെ നമ്മുടെയൊക്കെ ജീവിതം യഥാർത്ഥ നീതിയിലേക്ക് ഇനി പ്രവേശിക്കേണ്ട കാലഘട്ടമായിട്ടുണ്ടെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മളിന്ന് ചിന്തിക്കുന്നത് ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യമാണ്.
വളരെ മനോഹരമായ വചനമാണെങ്കിലും അതൊത്തിരി ഈ കാലഘട്ടത്തെ ചിന്തിപ്പിക്കുന്ന വചനമാണ്. ആ വചനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. വചനം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരാകണം നമ്മൾ. ഒന്നുകൂടി അച്ഛൻ വായിക്കാം. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുകയും ജഡത്തിൽ ശരണം വയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവരാകണം നമ്മൾ. 3 കാര്യങ്ങളാണ് ഇന്ന് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമതായിട്ട് പറയുന്നത് ആത്മാവിൽ നമ്മൾ ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുമ്പോൾ ശരീരം കൊണ്ട് മാത്രമല്ല ആരാധിക്കേണ്ടത്, ആത്മാവാണ് ശരീരത്തെക്കാൾ കൂടുതൽ ദൈവസന്നിധിയെ മഹത്വപ്പെടുത്തേണ്ടത്. രണ്ടാമതായിട്ട് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിൽ അഭിമാനിക്കുന്നവരാണോ നമ്മൾ? യേശു ക്രിസ്തുവിൽ സഹനവേളകളിൽ, ദുഃഖങ്ങളിൽ, പ്രതിസന്ധികളിൽ, പ്രലോഭനങ്ങളുടെ തകർച്ചകളിലേക്ക് വീണ് കിടക്കുമ്പോഴും എഴുന്നേറ്റ് നടക്കാൻ യേശുവിൽ നമുക്കൊരു അഭിമാനമുണ്ടോ? എൻ്റെ ദൈവം എന്നെ കൈവിടില്ലെന്നൊരു അഭിമാന ബോധം നമുക്കുണ്ടോ? അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നീതി നിൻ്റെ ശരീരത്തിലേക്ക്, നിൻ്റെ മനസ്സിലേക്ക്, നിൻ്റെ കുടുംബത്തിലേക്ക്, നിൻ്റെ ജീവിതത്തിലേക്ക് ഈ രാത്രിയിൽ ദൈവം കൊണ്ടുവരും. സ്നേഹമുള്ളവരെ, മൂന്നാമതായിട്ട് പറയുന്നത് ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുക. ശരീരത്തിൻ്റെ മോഹങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ പോലും പലരുടെയും ജീവിതത്തിലേക്ക് തിന്മ കടന്നു വരുന്ന അവസ്ഥകളുണ്ട്, മൊബൈൽ ഫോണിലൂടെയും മറ്റ് രീതികളിലൂടെയും. അപ്പോൾ ജഡത്തിൻ്റെ പ്രവണതകളിലേക്ക് നീ വീണു പോകാതിരിക്കുക. നമുക്ക് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ കൃത്യമായിട്ടൊരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരും. അതിനായിട്ട് നമുക്ക് ഈ സമയം ഒന്ന് പരിശ്രമിക്കാം. ആദ്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. വചനം ഇപ്രകാരമാണ് പറയുന്നത്: യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം നമ്മിൽ നിന്ന് അന്വേഷിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാകുന്ന യോഹന്നാൻ്റെ സുവിശേഷകൻ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. ഈ കാലഘട്ടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴും നമുക്ക് മാധ്യമങ്ങളിലൂടെയും വ്യക്തിപരമായിട്ടും ദൈവത്തെ ആരാധിക്കാൻ ദൈവം ഒത്തിരി അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നത്, അത് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ ദൈവജനത്തിനുള്ള അവസരങ്ങളായിട്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വചനം ഓർമ്മപ്പെടുത്തുകയാണ്, അത് പിന്നീടല്ല, ഇപ്പോൾ തന്നെയാണ് നമ്മൾ ആ ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യഥാർത്ഥ ആരാധകരാകണമെങ്കിൽ നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ഈശോയുടെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു യഥാർത്ഥമായ ആരാധനയാണ്. ഹൃദയം മുഴുവനും ദൈവത്തിന് കൊടുത്ത ആരാധന. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ നീതി നീ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ ദൈവം കൊണ്ടുവരും. ഏലിയ ഗുഹയിലിരുന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഏലിക്ക് ആവശ്യമായതെല്ലാം ദൈവത്തിൻ്റെ ശക്തി അവന് കൊണ്ടുകൊടുത്തു. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, യഥാർത്ഥ ആരാധനയിലിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഒത്തിരി പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ സമയമായിരിക്കും. ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിലേക്ക് യഥാർത്ഥ ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. രണ്ടാമതായിട്ട് വചനം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. ദൈവം ആത്മാവാണ്. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം കടന്നു വരും. ചിലപ്പോൾ ദേവാലയങ്ങളേക്കും കൊട്ടിയടയ്ക്കപ്പെട്ട കാലഘട്ടങ്ങളിലും നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോഴും ദൈവം നിങ്ങളുടെ അരികിലേക്ക് വരും. കാരണം ജനത്തിൻ്റെ വേദന അറിയുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ആത്മാവാണെന്ന് പറയണേ. ഏത് സ്ഥലത്തും ആത്മാവിന് കടന്നു ചെല്ലാൻ പറ്റും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. അങ്ങനെ ആരാധിക്കുന്നവരെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ഒരിക്കലും കൈവിട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സ്നേഹമുള്ളവരെ, തുടർന്ന് വചനം പറയുന്നത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനമാണ്. യേശു കൽപ്പിച്ചു, സാത്താനെ നീ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ നീ പൂജിക്കാവൂ. 40 ദിവസത്തെ പരീക്ഷണത്തിൽ പിശാച് യേശുവിനെ പീഡിപ്പിക്കാൻ കടന്നു വന്നപ്പോൾ യേശു അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്: നീ ദൈവത്തെ ആരാധിക്കണം. നിന്റെ പ്രതിസന്ധികളിൽ, പ്രലോഭനങ്ങളിൽ, തകർച്ചകളിൽ, വേദനകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളെ കൈവിടില്ല. രണ്ടാമതായിട്ട് യഥാർത്ഥ നീതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുവിൽ നമ്മൾ അഭിമാനിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തിൽ നമ്മൾ അഭിമാനിക്കണം.
സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ ദൈവത്തിലുള്ള അഭിമാനത്തെക്കുറിച്ച് റോമിലെ സഭയെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ പൗലോസ്ലീഹ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം അഭിമാനത്തോടെ സഭയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതിപ്രകാരമാണ്: യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ റോമിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശുവിൽ അഭിമാനിക്കും. കാരണം അവൻ എന്നേക്കാൾ കൂടുതൽ സഹിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സഹനങ്ങളെക്കാൾ കൂടുതൽ ഒരു തെറ്റ് പോലും ചെയ്യാതെ യേശു ക്രിസ്തു എന്നേക്കാൾ കൂടുതൽ സഹിച്ചിട്ടുണ്ട്. അവൻ്റെ ഉടുതുണി പോലും 33 വയസ്സ് കാലഘട്ടത്തിൽ ഉടുതുണി വലിച്ചു കീറപ്പെട്ടത് എന്തിനാ? നിന്റെ ശരീരത്തിൽ തുണി വലിച്ചു കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ കാൽവരിയിൽ ഇതുപോലെ പീഡനമേറ്റത് എന്തിനാ? നീയും ഒരിക്കലും പീഡനമേൽക്കുമ്പോൾ നീ അത് തുലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ കർത്താവിൽ അഭിമാനിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, വേദനകൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോട് പരാതി പറയും. ഇസ്രായേൽ ജനത്തെ നമ്മൾ ചിന്തിച്ചാൽ മതി. എന്തു വലിയ അഭിമാനത്തോടെയാ ആ ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്നത് മോശ. പോകുന്ന വഴികളിൽ 400 വർഷത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് ദൈവത്തിൽ അഭിമാനിച്ച് കടന്നു വന്ന ദൈവജനം പിന്നീട് ദൈവത്തെ പരാതി പറയുന്നവരായിട്ട് മാറി. ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഒന്നും തരുന്നില്ലല്ലോ, ഞങ്ങൾക്ക് കുടിക്കാൻ ജലം തരുന്നില്ലല്ലോ. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിലും ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുന്നിൽ നമ്മളായിരിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മൾ കർത്താവിൽ അഭിമാനിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി ക്രൂശിതനായൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി മുറിവേറ്റൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി ക്ഷതങ്ങളേറ്റൊരു ദൈവമുണ്ട്. അവൻ്റെ ക്ഷതങ്ങളാൽ എനിക്ക് സൗഖ്യമുണ്ട്, അവൻ്റെ ക്ഷതങ്ങളാൽ എനിക്ക് രക്ഷയുണ്ടെന്നുള്ളൊരു ബോധ്യം യേശയ്യാ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം തരണം ചെയ്ത് കടന്നു പോകാൻ പറ്റും. അതുകൊണ്ടല്ലേ ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്, ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കാനുള്ള ഒരു കൃപ വരും. സ്നേഹമുള്ളവരെ, കൂടപ്പിറപ്പുകൾ പലരും നമുക്ക് നഷ്ടമായിട്ടുണ്ടാവാം. നമ്മുടെ സ്വന്തമായിട്ടുള്ളവർ പലരും ഈ കൊറോണ വൈറസിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ടാകും. എന്നാൽ അവരെല്ലാം പോയിരിക്കുന്നത് ദൈവസന്നിധിയിലേക്കാണെന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ അതായിരിക്കും ദൈവത്തിലുള്ള യേശു ക്രിസ്തുവിലുള്ള ഒരു ക്രൈസ്തവൻ്റെ അഭിമാനമെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുക. തുടർന്ന് വിജാതീയരുടെ ഇടയിൽ പൗലോസ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 17-ാം വാക്യം: ദൈവത്തിനു വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശു ക്രിസ്തുവിൽ അഭിമാനമുണ്ട്. ദൈവത്തിന് വേണ്ടി ഞാൻ സഹിക്കുന്നതും ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം എൻ്റെ അഭിമാനം ഞാൻ സ്വർഗത്തിലാണ് ഞാൻ നടന്നു നീങ്ങുന്നത് എന്നുള്ളൊരു യാത്രയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കർത്താവിൽ നമ്മൾ അഭിമാനിക്കണം. നമ്മുടെ കൂടെപ്പിറപ്പുകളിൽ കർത്താവിൻ്റെ വചനം എത്തിക്കണം, അവരുടെ പ്രത്യാശ പകർന്നു കൊടുക്കണം, അവരുടെ കൂടെ ആയിരിക്കണം. അവിടെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ നീതി നിൻ്റെ ജീവിതത്തിലേക്ക് വരും. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. സ്നേഹമുള്ളവരെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് സമുദായത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് ലോകരാജ്യം, ഏത് ഭൂഖണ്ഡങ്ങളിൽപ്പെട്ടവനായിക്കോട്ടെ, ദൈവം നിന്നോട് പറയുക, നീ ഏത് വ്യക്തിയാണെങ്കിലും നീ കർത്താവിൽ അഭിമാനിക്കണം. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് അങ്ങനെയാ. നമ്മൾ അഭിമാനിക്കേണ്ട ദൈവത്തിലാ. എൻ്റെ സൃഷ്ടാവായ ദൈവം അറിയാതെ ഒന്നും ഈ ലോകത്ത് സംഭവിക്കില്ല. അങ്ങനെയെങ്കിൽ അവൻ അറിഞ്ഞ് തരുന്ന ഒരു നീതി എനിക്ക് വേണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൽ അഭിമാനിക്കാത്തൊരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് നമുക്ക് തടസ്സമാകും. മൂന്നാമതായിട്ട് ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുന്നത് ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുക. ഈ ലോകത്ത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ആത്മാവ് വിട്ട് ശരീരത്തിന് വേണ്ടി ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യം: സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കുന്നു, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ നാശം കൊയ്തെടുക്കുന്നു, എന്നാൽ ആത്മാവിന് വിതയ്ക്കുന്നവൻ നിത്യജീവൻ അവകാശമാക്കുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ശരീരത്തിൻ്റെ മോഹങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 24-ാം വാക്യം പറയുക: യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു നീതിബോധം നമുക്കുണ്ടാകട്ടെ. കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൽ അഭിമാനം കൊള്ളുവാൻ, ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കാൻ ഈ ദിവസം ദൈവം നിങ്ങൾ കൃപ തരട്ടെ. നമുക്ക് ഈശോയുടെ മുന്നിൽ ആരാധനയോട് കൂടെ ആയിരിക്കാം. നമുക്ക് ഈശോയിലേക്ക് നോക്കാം. ഇത് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ
കർത്താവെ, ഈ ആരാധന മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആഴത്തിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം. ഈ സമയങ്ങളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ സ്പർശിക്കണം. ഞങ്ങളുടെ കുറവുകളിലേക്ക്, ഞങ്ങളുടെ ബലഹീനതകളിലേക്ക്, ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക്, ഞങ്ങളുടെ പോരായ്മകളിലേക്ക്. ഞങ്ങൾ ഇനിയും ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. ഞങ്ങൾ കർത്താവിൽ അഭിമാനിക്കേണ്ടവരാണ്. ഈ കാലഘട്ടങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ജഡം ഇതിനെല്ലാം തടസ്സമാണെങ്കിൽ ഞങ്ങളുടെ ശരീരമല്ല, ഞങ്ങളുടെ ആത്മാവാണ് ജീവൻ പ്രാപിക്കേണ്ടത്. കർത്താവെ, അങ്ങനെ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ. രണ്ട് കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. ആഴത്തിൽ ഇടപെടണേ കർത്താവെ, ആഴത്തിൽ നീ ഇടപെടണമേ. ഈ രാത്രിയിൽ ഈ മക്കളുടെ ജീവിതത്തിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിന് മുന്നിലായിരിക്കുന്ന സകല ദൈവജനത്തിലേക്കും ആഴത്തിൽ ഇടപെടണേ കർത്താവെ. ഷാലോൺ ടെലിവിഷന്റെ മുന്നിലിരിക്കുന്ന ഈ ദൈവജനത്തിന്റെ മേല് നീ ആഴത്തിൽ ഇടപെടണം. ഇവരുടെ വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക് ഇടപെടണേ കർത്താവെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആഗ്രഹിച്ച മക്കളെ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. സങ്കീർത്തനം 42 വചനം പറയുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ഞാൻ അങ്ങയെ തേടുകയാണ് കർത്താവെ. അങ്ങ് എപ്പോഴാണ് എൻ്റെ അരികിലേക്ക് വരിക? കർത്താവെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ അങ്ങയുടെ കരം നീട്ടണമേ. വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് പലപ്പോഴും ഞങ്ങൾ നീതിബോധം നഷ്ടപ്പെട്ടവരായി ജീവിച്ചിട്ടുണ്ട് കർത്താവെ. ഞങ്ങൾ ആത്മാവിന് വേണ്ടി ദാഹിക്കുക, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ, ശരീരത്തിൽ ശരണം വയ്ക്കാതിരിക്കാൻ കൃപ തരണേ കർത്താവെ. അങ്ങയുടെ ശക്തി സകല ദൈവജനത്തിലേക്ക് അങ്ങ് ഒഴുക്കണമേ. അങ്ങ് സൗഖ്യമായിട്ട് കടന്നു വരണം, അങ്ങ് വിടുതലായിട്ട് കടന്നു വരണം. മണ്ണീർത്തോടിനായി കാംക്ഷിക്കും പോൽ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകിടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആ സകല മക്കൾക്ക് കൊടുക്കണേ ഈശോയെ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ഓ ദൈവമേ, ഞാൻ പാഴായി പോയൊരു ജീവിതമായിട്ട് മാറിയിട്ടുണ്ട്. ശരീരത്തിന് വേണ്ടി ഞാൻ പലപ്പോഴും ജീവിച്ച് കടന്നു പോയിട്ടുണ്ട് കർത്താവേ. എൻ്റെ ശരീരത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ ആത്മാവിനെ ദൈവത്തിന് കൊടുത്ത് ആരാധിക്കാതിരുന്ന രാത്രികളുണ്ട് എനിക്ക്. കർത്താവേ, അങ്ങാകുന്ന കുശവൻ മെനഞ്ഞെടുത്ത ജീവിതമല്ല ഞാൻ. വീണാനുടയുന്ന കളിമൺ പാത്രം പോലെ എൻ്റെ ജീവിതത്തെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കർത്താവേ. എൻ്റെ ജീവിതമൊക്കെ തകർന്നു പോകുന്ന അവസ്ഥകൾ കടന്നുപോയിട്ടുണ്ട് ഈശോയെ. ഞങ്ങളെ തൊടണം ഈശോയെ. ഞങ്ങളുടെ പൊട്ടിയ ചിന്നിയ കുടങ്ങളെ നീ ഒന്ന് വാർത്തെടുക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വാർത്തെടുക്കണം, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ സഭയെ, ഞങ്ങളുടെ കൂട്ടായ്മയെ കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ജ്വാലയാല് ഈ സമയം പൊതിയണ കർത്താവേ. ഞങ്ങളുടെ എല്ലാ വേദനകളും ഈശോയ്ക്ക് ഞങ്ങൾ തരികയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. മക്കളെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെ നീ തൊടണം കർത്താവേ. നീ ആഴത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. നീയാകുന്ന കുശവനാൽ പണിയപ്പെട്ടവരാ ഞങ്ങള്. ചിന്നിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ, മുറിയപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ, തകർന്നിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കരവേലകളാക്കി മാറ്റി സൗഖ്യം നൽകി, വിടുതൽ നൽകി, വിശുദ്ധി നൽകി
കർത്താവേ, നിന്റെ കൈ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ, നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണം കർത്താവേ. ഈശോയേ, പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു പാനപാത്രമായി മാറ്റിടണേ. കുശവന്റെ കയ്യിൽ ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു പാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇതാ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവേ, അങ്ങയുടെ വലിയ കൃപ, അങ്ങയുടെ വലിയ ശക്തി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന ആഗ്രഹത്തോടെ നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.